വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഗ്രാമീണ റോഡുകൾക്ക് മുൻഗണന നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പുനരുദ്ധാരണം നടത്തിയ തൃത്താല തച്ചിറംകുന്ന് പനമ്പറ്റ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യങ്ങൾ മുൻനിർത്തി ഗ്രാമീണ റോഡുകൾക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ജനപ്രതിനിധി എന്ന നിലയിൽ റോഡ്, കുടിവെള്ള പദ്ധതികൾക്കാണ് മുൻഗണന നൽകിയത്. മുടവന്നൂർ വാട്ടർ പ്ലാന്റിന്റെ ശേഷി ഇരട്ടിയാക്കി. മണ്ഡലത്തിൽ മറ്റു കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. തൃത്താല ഗവൺമെന്റ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ബഡ്ജറ്റിൽ 12.5 കോടി രൂപ അനുവദിച്ച പദ്ധതിയാണിതെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമീണ റോഡുകളുടെ ആവശ്യം ധാരാളമുണ്ട്. അതിനൊരു മുൻഗണന കൊടുക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. ഇനിയും 114 ഇനിയും ഗ്രാമീണ റോഡുകൾ ആവശ്യമുണ്ട്. 10 PWD റോഡാണ്. പിന്നെ ഫ്ലഡ് റോഡ്, ഇതുപോലെ തച്ചിറംകുന്ന് പനമ്പറ്റ പോലുള്ള ഫ്ലഡ് റോഡുകൾ ഏതാണ്ട് 30-40 എണ്ണമുണ്ട്. ഞാൻ കൃത്യം ഓർമ്മയെന്നാണ് ഈ പറയുന്നത്. അതിനു പുറമെ MLA ഫണ്ട് റോഡുകൾ അത്രത്തോളം തന്നെ വരും. അതിനു പുറമെ LSTD റോഡുകളുണ്ട്, 5 എണ്ണമുണ്ട്. 2 PMGSY റോഡുണ്ട്. ഇതാദ്യമായി തീരദേശ റോഡ് തൃത്താലയിലേക്ക് വരും. 1 ഭരണാനുമതിയായി, 4 അധികം വൈകാതെയാവും. ഇപ്പൊ 100 ലക്ഷ്യമിട്ടത്. ഇപ്പൊ 114 ഫണ്ട് അനുവദിച്ചു. പല ഘട്ടങ്ങളിലാണ്. ഇപ്പൊ ധൈര്യത്തിൽ പറയാൻ പറ്റും, 2.5 കൊല്ലം കൂടി കഴിയുമ്പോൾ ഒരു 150 റോഡ് തൃത്താല മണ്ഡലത്തിൽ ഉണ്ടാവും. വലുതും ചെറുതുമായിട്ടുള്ള 150 റോഡുകൾ ഉണ്ടാവും എന്ന് ഇപ്പൊ ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇത് റോഡിന്റെ ആണെങ്കിൽ സ്കൂളിന്റെ കണക്ക് വേറെ ഉണ്ട്. 38 സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചു. ആ 38 സ്കൂളുകളിൽ 49,67,45,000 രൂപയാണ് ഫണ്ട് അനുവദിച്ചത്. തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.